നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഗീത സംവിധായകരുടെ കാലത്തൊക്കെ ആകെ മലയാളിയായിട്ട് നമുക്കുണ്ടായിരുന്നത് ഒരു യേശുദാസ് മാത്രമാണ്. ബാക്കി ഗായികമാരൊന്നും പ്രത്യേകിച്ച് ദാസേട്ടൻ്റെ സമയത്ത് തന്നെ ഉദയഭാനം ഉണ്ടായിരുന്നു. ലീല ചേച്ചി ഉണ്ട്, ഉദയഭാൻ ചേട്ടനുണ്ട്. ഉദയഭാനം ഉണ്ടായിരുന്നു. അല്ല, ലീല ചേച്ചി അതിലും മുമ്പായിരുന്നു. അല്ല, അതിനുശേഷം ആ സമയത്തൊക്കെ കൂടുതൽ പാട്ടുകൾ പാടിയിരുന്ന എസ് ജാനകി, പി സുശീലൻ, ഇവരൊന്നും മലയാളികളൊന്നും ആയിരുന്നില്ല. പക്ഷെ എങ്കിലും മലയാളിയാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ പാട്ടുകൾ അത്ര ഭാവത്തോടെയൊക്കെ പാടിയിരുന്നു. ഈ എസ് ജാനകി കൊണ്ടൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല? ജോൺസൺ പഠിച്ചിട്ടില്ല? ആദ്യം ഫസ്റ്റ് പടങ്ങൾ മുഴുവൻ ജാനകിയമ്മ, സുശീലാമ്മ, വാണി ജയറാം എല്ലാവരും പാടിയിരുന്നു. ഇവരൊക്കെ ശരിക്കും ഇതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് അതിന്റെ ഭാവം മനസ്സിലാക്കി തന്നെ അല്ലേ പാടിയിരുന്നതൊക്കെ? അല്ല, ഏകദേശമൊക്കെ അറിയാം അവർക്ക്. അല്ല, അവർ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ ഒരുപാട് പാട്ടുകൾ പാടി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മലയാളത്തിലൊക്കെ സംസാരിക്കും. നമ്മളവിടെയൊക്കെ തമാശക്ക് മലയാളത്തിൽ സംസാരിക്കും, ചെയ്യാറുണ്ട്. എസ് ജാനകി ഏത് പാട്ടാണ് പാടിയിട്ടുള്ളത്? ജാനകിയമ്മ ആദ്യം പാടിയത് ഇതാണ്. പക്ഷെ അവർ എവിടെ ഞാനുള്ള സ്റ്റൈലിൽ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഒരു നാഷണൽ അവാർഡിനായിട്ടുള്ള വിലമതിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരെന്നെ ഒരു മകനെ പോലെയൊക്കെ കാണുന്നുണ്ട്. അത്രയും വയസ്സെന്നെ ഡിഫറൻറ്റ്. ഈ ബാബുക്കട ഒരു നൈറ്റ് നടന്നില്ലേ കോഴിക്കോട് സംഗീത സംഗമം ഓർക്കസ്ട്ര, ഇങ്ങനെ കണ്ടക്ടർ നിന്നാൽ എത്തൂല, കണ്ണെത്തൂല എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്ര. അപ്പോൾ ഇവരെ പാടാൻ വിളിച്ചു വന്നപ്പോൾ ബാബുക്കയുടെ സോങ്സ് മാത്രമുള്ള നൈറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് എന്തോ നോക്കി നിൽക്കുന്ന ഒരു പാടാൻ വണ്ടൊത്തിരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മയക്കെടുത്തിട്ട് നമ്മുടെ രണ്ട് പാട്ടും മൂളിയിട്ട് ഇത്രയും വലിയ സംഗീത സംവിധായകൻ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇത്രയും വലിയ ഓർക്കസ്ട്ര എവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. സ്വർണ്ണമുഖിലേ അവർ രണ്ട് പാട്ടുകളും മുള്ളറുണ്ട്. അതും സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി പിന്നിൽ നടക്കുമ്പോ നീലച്ചുരുൾ മുടി ഒതുക്കി വസന്തരാത്രി അണയുമ്പോ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചല്ലേ, അപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല ടെക്നിക്ക്. നോക്കുമ്പോൾ ഒരു സ്കെയിൽ എടുത്താൽ അതിൽ 12 സ്വരല്ലേ നമ്മൾ. ഇതിൽ ഈ ശുദ്ധരിഷഭം എന്ന് പറയും, ചെറിയ ഡി മൈനറിന് ഈ ഫ്ലാറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ട്സും വരുന്നുണ്ട്. എന്നിട്ട് 11 സ്വരം അതിനകത്ത് വരുന്നു. പനി നീ ദാദാ പമ പമഗാരി സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? സ്വരസ്ഥാനങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് കോമ്പോസിഷൻ. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ചെയ്തു വന്നപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഒരു മ്യൂസിഷ്യനാണ് പറഞ്ഞത്, സാർ അതിലൊരു സ്വരം ഒഴിച്ച് ബാക്കി എല്ലാ സ്വരവും